133 ടൺ കോഴിയിറച്ചി മോഷ്ടിച്ചിരിക്കുകയാണ് കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രമായ ക്യൂബയിൽ. അതെ, വമ്പൻ മോഷണം, കൊള്ള എന്നൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് ആദ്യം ഓർമ്മ വരിക സ്വർണം അല്ലെങ്കിൽ പണം, വജ്രം പോലുള്ള മൂല്യമുള്ള സാധനങ്ങൾ കൊള്ളയടിക്കുന്നതിനെയൊക്കെ കുറിച്ചാണ്. പക്ഷേ 133 ടൺ കോഴിയിറച്ചി മോഷ്ടിച്ചു എന്ന് കേൾക്കുമ്പോൾ വളരെ കൗതുകം തോന്നാം. കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രമായ ക്യൂബയിൽ നടന്ന കൗതുകകരമായ ഒരു കൊള്ളയാണ് ഈ റിപ്പോർട്ടിൽ പറയുന്നത്. 20 വർഷത്തോളമാണ് ഈ കോഴിയിറച്ചി മോഷ്ടിച്ചതിൻ്റെ പേരിൽ ഈ പ്രതികൾക്ക് ശിക്ഷ ലഭിക്കാൻ പോകുന്നത്. പലതരത്തിലുള്ള മോഷണങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ടാകാം. എന്നാൽ തികച്ചും അസാധാരണമായൊരു മോഷണ കേസ് ക്യൂബയിൽ വളരെ വിഷമം ജനിപ്പിച്ചിരിക്കുകയാണ്. കള്ളന്മാർ മോഷ്ടിച്ചത് 133 ടൺ കോഴിയിറച്ചിയാണ്. 30 പേർ ചേർന്നാണ് ഈ വൻ മോഷണം നടത്തിയത്. തലസ്ഥാന നഗരമായ ഹവാനയിലെ സ്റ്റേറ്റിൻ്റെ കീഴിലുള്ള ഒരു സ്ഥാപനത്തിലാണ് ഈ മോഷണം നടന്നത്. 1660 വെള്ളപ്പെട്ടികളിൽ നിറച്ച കോഴിയിറച്ചിയാണ് മോഷ്ടാക്കൾ കടത്തിക്കൊണ്ടുപോയത്. പുലർച്ചെ 2 മണിയോടെയായിരുന്നു മോഷണം. മോഷ്ടിച്ച കോഴിയിറച്ചി ട്രക്കുകളിലാണ് ഇവിടെ നിന്നും കടത്തിയതെന്നാണ് റോയിട്ടേഴ്സ് റിപ്പോർട്ട് ചെയ്യുന്നത്. അതും കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയും ഭക്ഷ്യക്ഷാമവും ക്യൂബയെ വലയ്ക്കുമ്പോഴാണ് ഇത്തരത്തിലൊരു മോഷണം നടന്നത് എന്നുള്ളതും ശ്രദ്ധേയമാണ്. മോഷ്ടാക്കൾക്ക് 20 വർഷത്തെ തടവ് വരെ ശിക്ഷ കിട്ടാമെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. വെള്ളിയാഴ്ച ക്യൂബൻ സ്റ്റേറ്റ് TV റിപ്പോർട്ട് ചെയ്തതനുസരിച്ച് മോഷ്ടിച്ച കോഴിയെ വിറ്റുകിട്ടിയ ഈ കാശുകൊണ്ട് മോഷ്ടാക്കൾ റെഫ്രിജറേറ്ററുകൾ, ലാപ്ടോപ്പുകൾ, ടെലിവിഷനുകൾ, എയർ കണ്ടീഷണറുകൾ തുടങ്ങിയവയെല്ലാ ആഡംബര സൗകര്യങ്ങളും വാങ്ങിയത്രേ. ഇത് ക്യൂബയിലെ അധികൃതർക്ക് വലിയ തലവേദന സൃഷ്ടിച്ചിട്ടുണ്ട്. മോഷ്ടിക്കപ്പെട്ട ഈ കോഴിയിറച്ചി ക്യൂബയിലെ റേഷൻ ബുക്ക് സമ്പ്രദായത്തിലൂടെ നാട്ടുകാർക്ക് വിതരണം ചെയ്യാൻ വച്ചതായിരുന്നു. ഫിദൽ കാസ്ട്രോയുടെ വിപ്ലവത്തെ തുടർന്ന് 6 പതിറ്റാണ്ടുകൾക്ക് മുൻപാണ് ഈ റേഷൻ സമ്പ്രദായം നടപ്പിലാക്കിയത്. ഇതുവഴി സബ്സിഡിയിൽ ജനങ്ങൾക്ക് ഭക്ഷണം ലഭ്യമാവും. സർക്കാർ ഭക്ഷ്യവിതരണക്കാരായ കോപ്മാറിന്റെ ഡയറക്ടർ റിഗോബർട്ടോ മസ്ലിയർ പറയുന്നത്, വലിയൊരു വിഭാഗം ജനങ്ങൾക്ക് നൽകേണ്ടിയിരുന്ന കോഴിയാണ് കള്ളന്മാർ അടിച്ചെടുത്തോണ്ട് പോയതെന്നാണ്. ഭക്ഷണം, ഇന്ധനം, മരുന്ന് എന്നിവയ്ക്കെല്ലാം രാജ്യത്ത് നിലവിൽ ക്ഷാമമാണ്. ആ സമയത്താണ് ഇങ്ങനെയൊരു കൊള്ള എന്നതും അധികൃതരെ വല്ലാതെ ബുദ്ധിമുട്ടിച്ചിരിക്കുകയാണ്. എന്തായാലും ഇപ്പോൾ ക്യൂബയിൽ നടന്ന ഈ 133 ടൺ കോഴിയിറച്ചിയുടെ മോഷണം ആ രാജ്യത്തിന് വലിയ പ്രതിസന്ധിയും സൃഷ്ടിച്ചിട്ടുണ്ട്.